ഗാലക്സി ഹോമിന്റെ ഒരു അപ്പാർട്ട്മെന്റ് റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്റിംഗ് അതോറിറ്റി ഉദ്യോഗസ്ഥർ വന്ന് കുത്തി തുറന്ന് അതിന്റെ ഉപഭോക്താവിന് കൈമാറുന്ന ഒരു കാഴ്ച നമ്മൾ എല്ലാവരും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു കഴിഞ്ഞു. കേരള റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്റിംഗ് അതോറിറ്റി എന്താണെന്നും അതിന്റെ പവർ എന്താണെന്നും ഈ ഒരൊറ്റ നടപടിയിലൂടെ തന്നെ നമുക്ക് വ്യക്തമാവും. ഒരുപാട് തട്ടിപ്പുകൾ നടന്ന ഒരു സമയത്താണ് ഇന്ത്യയിൽ റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്റിംഗ് അതോറിറ്റി നിയമം കൊണ്ടുവരുന്നത്. അത് ശക്തമായി നടപ്പാക്കിയ ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. എന്നാൽ ഇപ്പോഴും നമ്മളുടെ ഉപഭോക്താക്കൾക്ക് അറിയില്ല എന്താണ് റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്റിംഗ് അതോറിറ്റി, എന്താണ് അവരുടെ ചട്ടങ്ങൾ, എന്താണ് അവരുടെ ചട്ടക്കൂടുകൾ എന്നെല്ലാം. നമ്മൾ ബേസിക് ആയിട്ട് അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ റിയൽ എസ്റ്റേറ്റിൽ ഒരു നിക്ഷേപം നടത്താൻ പോവുകയാണെങ്കിൽ അത് നിങ്ങൾ നടത്തുന്ന സംസ്ഥാനം ഏതാണ്, നിങ്ങൾ കേരളത്തിലാണ് റിയൽ എസ്റ്റേറ്റ് നിക്ഷേപം നടത്താൻ പോകുന്നതെങ്കിൽ കേരള റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്റിംഗ് അതോറിറ്റിയുടെ അംഗീകാരമുള്ള പ്രൊജക്റ്റുകളിൽ മാത്രമേ നിങ്ങൾ നിക്ഷേപം നടത്താൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ കേരള റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്റിംഗ് അതോറിറ്റിയുടെ അംഗീകാരമുള്ള ലൈസൻസ് ആയിട്ടുള്ള റിയൽ എസ്റ്റേറ്റ് ഏജന്റുമാർ വഴി മാത്രം നിങ്ങൾ റിയൽ എസ്റ്റേറ്റ് നിക്ഷേപങ്ങൾ നടത്തുക. നിങ്ങളുടെ നിക്ഷേപങ്ങൾ സുരക്ഷിതമാവാനായിട്ട് അത് ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. ഇനിയാണെങ്കിലും അടുത്ത നിക്ഷേപങ്ങൾ നിങ്ങൾ നടത്തുമ്പോൾ നിങ്ങൾ വ്യക്തമായി റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്റിംഗ് അതോറിറ്റിയുടെ അംഗീകാരമുള്ള പ്രൊജക്റ്റ് ആണോ എന്ന് നോക്കുക. നിങ്ങളായിട്ട് ഇടപാട് നടത്തുന്ന ഏജന്റ് അയാൾക്ക് കേരള റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്റിംഗ് അതോറിറ്റിയുടെ അംഗീകാരമുള്ള ലൈസൻസ് ഉള്ള ഏജന്റ് ആണോ എന്ന് നിങ്ങൾ പരിശോധിക്കുക.